വന്നാ എന്താടാ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നേ? എന്ത് പറ്റുമാ? ഈ മഴയൊന്നും പോരെ നിനക്ക്? അയ്യോ, മഴവെള്ളം ഈ ചെടിക്ക് പറ്റൂല, പൈപ്പ് വെള്ളേ പറ്റൂ. ഓഹോ, അങ്ങനെ ഒരു ശീലമായിപ്പോയി. ശീലമായി എന്നെങ്കിലല്ലേ അമ്മയെ മുടിപ്പിക്കാനൊക്കെ ഉള്ളൂ. അയ്യോ, ഇല്ലാത്ത ചെലവുണ്ടാക്കി തുറന്ന് വിട്. അയ്യോ, കുഞ്ഞിനെന്തോ പറ്റിയത്? ഒന്നും പറ്റിയതല്ലടാ, അവനൊന്നും ഉരുണ്ടതാ. അയ്യോ, എവിടെ ഉരുണ്ട് വീണത്? സൂക്ഷിക്കണ്ടേ കുഞ്ഞെ? വീണതല്ല. പിന്നെ അപ്പൊ താരക്ക് തള്ളിയിട്ടതായിരിക്കും. അതാര് തള്ളിയതും വീണതൊന്നും അല്ല. പിന്നെ ഇത് ഉരുൾ നേർച്ചയാ. ഓ, അത് കൊച്ചമ്മേടെ പണിയായിരിക്കും. കൊച്ചമ്മയുടെ പണിയോ? വഴിപാട് കഴിക്കുന്ന പണിയാണോടാ? അല്ല കൊച്ചമ്മ, നോക്കണം, പെറ്റ തള്ള സൈക്കിൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടില്ല. അയ്യോടാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ വഴിപാട് കഴിക്കുമ്പോഴേ മുത്തുവിനെ കൊണ്ട് ഒരു ശയന പ്രദർശനം തരണേ. അല്ല കൊച്ചമ്മ, എനിക്ക് ഉള്ളാൻ പറ്റൂല. എന്ത്? എനിക്ക് പെട്ടെന്ന് തലകറക്കം വരും. തലകറക്കം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശ്രദ്ധിക്കും, പിന്നെ അവിടെ മൊത്തം നാറ്റിക്കുകയും ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാചകത്തിന് അയ്യോ ഇതുപോലൊരു മിടുക്കൻ. രാവിലത്തെ കണി കുഴപ്പമില്ലായിരുന്നല്ലേ? ഓ, ആ ചൂല് കണി കണ്ടപ്പോഴേ വിചാരിച്ച് കേസും മാറ്റി വെച്ചതാ. അയ്യോ, അയ്യോ, പോയി. അതെ, സുരഭിയുടെ വീടല്ലേ ഇത്? സുരഭിയുടെ വീടല്ല, എന്റെ വീടാ. എന്താ കാര്യം? ആ കൊച്ചുണ്ടെങ്കിൽ വരാൻ പറ. വിളിച്ചാ ഫോണും എടുക്കത്തില്ല. 2-3 ദിവസം മനുഷ്യനെ ചുറ്റിക്കോ. നിങ്ങൾ ചുമ്മാ കാര്യം എന്താ പറ മനുഷ്യ. രൂപ 50,000 ഒരാഴ്ചക്കാൻ തരാന്ന് വാങ്ങിക്കൊണ്ട് പോയത്. ഇപ്പൊ 1.5 ആഴ്ചയായി. മുതലും ഇല്ല, പലിശയും ഇല്ല. വിളിച്ച ആള് ഫോൺ എടുക്കത്തില്ല. അത് ശരി. വലിയ വീടും വെച്ചിട്ട് അകത്ത് കയറി ഒളിച്ചിരുന്ന ഞാൻ. ഹലോ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഇടപാടുണ്ടല്ലോ, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇമാതിരി സംസാരമൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത് വെച്ച്. നിങ്ങൾ ഇവിടുത്തെ അമ്മയല്ലേ? അതുകൊണ്ട് പൈസ നിങ്ങൾ തരണം. ഞാൻ തരുന്നോ? ഞാനെന്തിനാ തനിക്ക് പൈസ തരുന്നത്? നിങ്ങൾ തന്നെ തന്നേ പറ്റൂ. നീ പുറത്തു വെച്ചല്ലേ പൈസ കൊടുത്തത്? അപ്പൊ നീ പുറത്തു വെച്ചാൽ അങ്ങ് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് നീ കൊണ്ടോണ്ടേ പോവും. ചുമ്മാരിക്കാൻ എന്താന്ന് വെച്ചാ പറഞ്ഞ് സെറ്റ് ചെയ്ത് വിടണം. നാണം കെട്ട പരിപാടി. ഞാൻ സംസാരിക്കാം. ചോദിക്കുമ്പോ ചേട്ടാ, ഒരു മിനിറ്റ്. സുരഭിയെ എന്റെ അനിയന്റെ ഭാര്യയെ അവള് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. ഇനി അഥവാ അവള് തന്നില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോ ചന്ദ്രാസൻ കമ്പനിയിലോട്ട് വന്നാൽ മതി, ഞാൻ തരാം. അത് മര്യാദ. നിങ്ങളൊരു അസുഖക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം. അത് ഈ പരട്ടയോടൊന്ന് പറഞ്ഞു കൊടുക്ക്. നീ ആടാ വരട്ടാ. നീ നമ്മളെ വീടായപ്പോ ഇല്ലെന്നാണ് നിന്റെ മണ്ടാട്ടി. പോടാ നീർക്കോലി, പോടാ. വേണ്ട വേണ്ട. പുറത്തിറങ്ങിയിട്ട് കാണിച്ചാടാ. പിന്നെ നീ പുറത്തോട്ട് വാടാ. നീ ഇങ്ങോട്ട് നീ വാടാ. ഇവിടെ തീർത്തിട്ട് പോടാ. നീ അണ്ണ ഒന്നും മിണ്ടാതിരി. അവരൊന്നും അങ്ങനെ പറയരുത്. സുരഭി കടം വാങ്ങിച്ചവരാണ്. ഈ കടം പലിശ കൊടുക്കണില്ലേ വീട്ടിൽ എനിക്ക് കണ്ണേറി ഒന്നത് കണ്ടുകൂടാ. പണക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണോ? ഞാൻ അല്ല, അപ്പൊ നമ്മളെ കുഞ്ഞ് പണക്കാരനല്ലല്ലോ. കൊച്ചമ്മ പൈസ തന്നാലല്ലേ പണക്കാരനാവുള്ളൂ. എന്നാലും കുഞ്ഞ് അസുഖക്കാരനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കക്ക ചിരി വന്നേട്ടാ. പതുക്കെ പതുക്കെ. ഇതൊരു ജന്മ. വെള്ളം തീർന്നാ? എന്റെ കൊച്ചമ്മ നാക്ക് സമ്മതിക്കണം.